ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഭാഗം 16. പുറത്താക്കൽ. യഥാർത്ഥത്തിൽ കർത്താവ് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് വീട്ടിൽ പറയാൻ കഴിഞ്ഞില്ല. വീട്ടിൽ നിന്ന് എനിക്ക് അത്തരം പ്രോത്സാഹനം ലഭിച്ചിരുന്നില്ല. സാഹചര്യം ഭയാനകമായിരുന്നു. എൻ്റെ മുഴുവൻ കുടുംബവും എന്നെ ഉപദ്രവിക്കുവാനും പരിഹസിക്കുവാനും തുടങ്ങി. അത് ഭയങ്കരമായിരുന്നു. ഞാനത് എൻ്റെ അപ്പനിൽ നിന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ എൻ്റെ അമ്മയിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ വളർന്നപ്പോൾ അവർ വളരെയധികം വാത്സല്യം കാണിച്ചിരുന്നു. എൻ്റെ സഹോദരന്മാരും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ എന്നോട് അവജ്ഞയോടെയാണ് പെരുമാറുന്നത്. ആ വീട്ടിൽ ഉൾപ്പെടാത്ത ഒരു നുഴഞ്ഞുകയറ്റക്കാരനെ പോലെ. പാരമ്പര്യം. ഫിഡ്ലർ ഓൺ ദി റൂഫിലെ ഗാനം പറയുന്നു, ഒരു പൗരസ്ത്യൻ പാരമ്പര്യം ലംഘിച്ചാൽ അയാൾ ക്ഷമിക്കാനാവാത്ത ഒരു പാപം ചെയ്തു. പാശ്ചാത്യ ലോകം അതിൻ്റെ ഗൗരവം ഒരിക്കലെങ്കിലും മനസ്സിലാക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അയാൾ തൻ്റെ കുടുംബത്തിന് അപമാനം വരുത്തുന്നു. അത് ക്ഷമിക്കാൻ കഴിയുകയില്ല. എൻ്റെ കുടുംബം എന്നോട് പറഞ്ഞു, ബെന്നി, നീ ഞങ്ങളുടെ കുടുംബപ്പേര് നശിപ്പിക്കുകയാണ്. അവരുടെ പ്രശസ്തിയെ അപമാനിക്കരുതെന്ന് അവർ എന്നോട് അപേക്ഷിച്ചു. എൻ്റെ അപ്പൻ ഒരു മേയറായിരുന്നു. അദ്ദേഹം അതെനിക്ക് വീണ്ടും ഓർമ്മിപ്പിച്ചു തന്നു. കുടുംബപ്പേര് അപകടത്തിലായിരുന്നു. ഞാൻ ഇത് പറയുമ്പോൾ ദയവായി എന്നെ മനസ്സിലാക്കുക. ഒരുപക്ഷെ ഗ്രീക്ക് ഓർത്തഡോക്സ്, മറ്റ് കിഴക്കൻ ഉയർന്ന സഭാവിഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവരൊക്കെ ആയിരിക്കാം ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആളുകൾ. ഞാൻ വീണ്ടും ജനിച്ച ഒരു ക്രിസ്ത്യാനി ആയതിനാൽ അത് അവർക്ക് യഥാർത്ഥത്തിൽ ലജ്ജാകരമായിരുന്നു. എന്തുകൊണ്ട്? കാരണം അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളാണെന്ന് അവർ വിശ്വസിക്കുന്നു. അത് തെളിയിക്കാൻ അവർക്ക് ചരിത്രപരമായ രേഖകളുണ്ട്. മറ്റാരേക്കാളും അവർ ക്രിസ്ത്യാനികളാണ്. പക്ഷെ പ്രശ്നം ഇതാണ്, ഞാൻ അതിലൂടെ വളർന്നു. അവരുടെ വിശ്വാസം, ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും സിദ്ധാന്തങ്ങളിലുമെല്ലാം അവർ വളരെ മുന്നിലാണ്. പക്ഷേ ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ കുറവാണ്. ശക്തി കാണുന്നില്ല. തൽഫലമായി കർത്താവിൽ നിന്ന് കേൾക്കുക അല്ലെങ്കിൽ ആത്മാവിനാൽ നയിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് അവർക്കൊരു ഗ്രാഹ്യവുമില്ല. എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ തുടരണമെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾക്കുള്ള വാതിൽ ഞാൻ അടയ്ക്കേണ്ടി വരുമെന്ന് വ്യക്തമായി. എന്നിരുന്നാലും എൻ്റെ പുതുതായി കണ്ടെത്തിയ വിശ്വാസത്തിൻ്റെ തീയെ കെടുത്താൻ യാതൊന്നിനും കഴിഞ്ഞില്ല. ഞാൻ ഒരിക്കലും കത്തുന്നത് നിർത്താതെ ഒരു തിളങ്ങുന്ന കനൽ പോലെയായിരുന്നു. അതിരാവിലെ എൻ്റെ വലിയ ബൈബിൾ തുറന്നിരുന്നു. പരിശുദ്ധാത്മാവ് വചനം വെളിപ്പെടുത്തുന്നത് തുടർന്നു. പക്ഷേ അത് പര്യാപ്തമായിരുന്നില്ല. വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന എല്ലാ രാത്രിയിലും ഞാൻ ഒരു പള്ളി ശുശ്രൂഷയിലോ യുവജന കൂട്ടായ്മയിലോ പ്രാർത്ഥനാ യോഗത്തിലോ ഒക്കെ ആയിരുന്നു. വ്യാഴാഴ്ച രാത്രിയിൽ ഞാൻ വീണ്ടും കാറ്റക്കോമ്പസിലുണ്ടായിരുന്നു. ഞാൻ ഞങ്ങളുടെ വീട്ടിൽ യേശുവിനെക്കുറിച്ച് പരാമർശിച്ച ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. എൻ്റെ അപ്പൻ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ മുഖത്തടിച്ചു. എനിക്ക് വേദന തോന്നി. ഇല്ല, ഇത്തവണ അത് ജെറുസലേം പാറയല്ല. അത് വ്യത്യസ്തമായ ഒരു വേദനയായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ കുടുംബത്തെ ഓർത്ത് മാത്രമായിരുന്നു വേദന. ഞാൻ അവരെ വളരെയധികം സ്നേഹിച്ചു. അവരുടെ രക്ഷയ്ക്കായി ഞാൻ വേദനിച്ചു. വാസ്തവത്തിൽ അതെൻ്റെ തെറ്റാണ്. എൻ്റെ അപ്പൻ എനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, നീ ഒരിക്കൽ കൂടി യേശുവിൻ്റെ നാമം പരാമർശിച്ചാൽ നീ അങ്ങനെ ചെയ്തിരുന്നില്ല എങ്കിൽ എന്ന് നീ ആഗ്രഹിക്കുമെന്ന്. എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വെറുപ്പുകൊണ്ട് പുളഞ്ഞു. ഞാൻ എൻ്റെ ചെറിയ സഹോദരി മറിയയോട് കർത്താവിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. എങ്ങനെയോ എൻ്റെ അപ്പൻ അത് കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ കോപം വീണ്ടും തിളച്ചുമറിയുകയായിരുന്നു. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് അവളോടൊരിക്കലും സംസാരിക്കരുതെന്ന് അദ്ദേഹം എന്നെ വിലക്കി. എൻ്റെ സഹോദരന്മാർ പോലും എന്നെ ഉപദ്രവിച്ചു. ആകാശത്തിന് കീഴെയുള്ള എല്ലാ പേരുകളും ഭൂമിക്ക് താഴെയുള്ള ചില പേരുകളും അവർ എന്നെ വിളിച്ചു. കുറേ കാലം അത് തുടർന്നു. എൻ്റെ മുറിയിൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇതെപ്പോഴെങ്കിലും അവസാനിക്കുമോ? അവരെപ്പോഴെങ്കിലും നിന്നെ അറിയുമോ? എൻ്റെ കുടുംബത്തിലെ ഒരു അംഗവുമായും സംസാരിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് അതെത്തി. പുറത്താക്കപ്പെട്ടതിൻ്റെ നിർവചനം ഞാൻ നോക്കേണ്ടി വന്നില്ല. എനിക്ക് ഭ്രാന്താണെന്ന് ഇസ്രയേലിലുള്ള മുത്തശ്ശിയോട് പറയാൻ വേണ്ടി അവർ അങ്ങോട്ട് പോയി. നീ കുടുംബ പേരിന് ഒരു നാണക്കേടാണ്, അവർ പറഞ്ഞു. നീ വരുത്തി വെക്കുന്ന നാണക്കേട് നിനക്ക് മനസ്സിലാകുന്നില്ലേ? എൻ്റെ അപ്പൻ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു. എനിക്ക് ഭ്രാന്താണെന്ന് അപ്പൻ കരുതി. ഡോക്ടറുടെ നിഗമനം എന്തായിരുന്നെന്നോ? ഒരുപക്ഷെ നിങ്ങളുടെ മകൻ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടാകാം. അവൻ അതിൽ നിന്ന് പുറത്തു വരും. എൻ്റെ അപ്പൻ്റെ അടുത്ത തന്ത്രം എന്നെ വളരെ തിരക്കിലാക്കുന്ന ഒരു ജോലി എനിക്ക് നേടിത്തരിക എന്നതായിരുന്നു. അതെനിക്ക്
ഈ യേശുവിന് വേണ്ടി ചെലവഴിക്കാൻ സമയമില്ലാതാക്കും എന്ന് അപ്പൻ ചിന്തിച്ചു. അദ്ദേഹം തൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്ക് പോയി പറഞ്ഞു, എൻ്റെ മകൻ ബെന്നിക്ക് താങ്കൾ ഒരു ജോലി വാഗ്ദാനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൻ എന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ വിട്ടു. എൻ്റെ അപ്പൻ കാറിൽ തന്നെ ഇരുന്നു. ഞാൻ അകത്ത് കയറിയപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പരുഷമായതും ദുഷ്ടനുമായ ഒരാളായിരുന്നു ആ മനുഷ്യൻ. അത്തരമൊരു വ്യക്തിക്ക് വേണ്ടി എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ലെന്ന് വ്യക്തമായിരുന്നു. ഞാൻ കാറിൽ തിരിച്ചെത്തി. അപ്പനോട് പറഞ്ഞു, അപ്പാ, എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും ഒരു ബോസായി അംഗീകരിക്കാനാവില്ല. അന്ന് എനിക്ക് അപ്പനോട് സഹതാപം തോന്നി. അദ്ദേഹം പിടിവിട്ട നിലയിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ബെന്നി, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു? അതെന്താണെന്ന് എന്നോട് പറയൂ. നീ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ ചെയ്യും. ദയവായി നീ നിന്റെ ഈ യേശുവിനെ ഉപേക്ഷിക്കൂ. ഞാൻ പറഞ്ഞു, അപ്പാ, അങ്ങേക്ക് എന്നോട് എന്തും ചോദിക്കാം. പക്ഷേ എനിക്ക് ലഭിച്ചത് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കും. ആ നിമിഷം ഒരു വൃത്തികെട്ട രംഗമായിരുന്നു. ഒരു സുഹൃത്തിനെ പോലെയായിരുന്ന പിതാവിൽ നിന്ന് ആക്ഷേപകനായ ഒരു അപരിചിതനായി അദ്ദേഹം മാറി. അദ്ദേഹത്തിന് നൽകാനുണ്ടായിരുന്നത് വെറുപ്പിന്റെ കുത്തൊഴുകും തീവ്രമായ ശകാരവും മാത്രമായിരുന്നു. അടുത്ത 2 വർഷത്തേക്ക് ഞാനും എൻ്റെ അപ്പനും തമ്മിൽ ആശയവിനിമയം ഉണ്ടായിരുന്നില്ല. അത്താഴമേശയിൽ അദ്ദേഹം എന്നെ നോക്കാറില്ല. എന്നെ പൂർണ്ണമായും അവഗണിച്ചു. ഒടുവിൽ എൻ്റെ കുടുംബത്തോടൊപ്പം ഇരുന്ന് വൈകുന്നേര വാർത്തകൾ കാണുന്നത് പോലും അസഹനീയമായി. അപ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്നോ? ഞാൻ എൻ്റെ മുറിയിൽ തന്നെ തുടർന്നു. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്ന് കർത്താവിന് കൃത്യമായി അറിയാമെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ 100ഉം 1000ഉം കണക്കിന് മണിക്കൂറുകൾ ദൈവത്തോടൊപ്പം ചെലവഴിച്ചു. എൻ്റെ ബൈബിൾ എപ്പോഴും തുറന്നിരുന്നിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ പഠിച്ചു, ആരാധിച്ചു. വരും വർഷങ്ങളിൽ എനിക്കാവശ്യമായ സ്വർഗീയ മന്ന ഞാൻ കഴിച്ചു.